കുറയുന്നില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഓവർ ഈറ്റിംഗ്. നമ്മൾ ഇഫ്താറിൻ്റെ ടൈമിൽ ഭയങ്കരമായിട്ട് ഓവർ ഈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് വിശക്കാൻ തുടങ്ങും. വിശക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ ഓവർ ഈറ്റിംഗ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓവർ ഈറ്റിംഗ് ചെയ്യൽ, ഒരുപാട് ഫുഡ് ഇങ്ങനെ വലിച്ച് വാരി കഴിക്കൽ. അതിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഡേറ്റ്സ് അല്ലെങ്കിൽ 2 ഡേറ്റ്സ് വെച്ചിട്ട് നോമ്പ് മുറിച്ച് കുറച്ചും കൂടി വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് മാത്രം ബാലൻസ്ഡ് മീൽ കഴിക്കുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് എവറി ഡേ കഴിക്കുന്നത്. സപ്പോസ് ഒന്ന് തിങ്ക് ചെയ്യുക, ഒരു സമൂസയ്ക്ക് അപ്രോക്സിമേറ്റ്ലി ഓഫ് അബൌട്ട് 150 to 200 കലോറിയാണ്. ഈ ഒരു സംഭവം നമ്മൾ 5 എണ്ണം ഒരു ദിവസം കഴിക്കുമ്പോഴേക്കും 600 കലോറീസ് ആണ് ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും ഫ്രൈഡ് ഐറ്റംസിൽ നിന്ന് മാത്രം നമുക്ക് 600 കലോറീസ് കിട്ടുമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ ആവത്തല്ലേ ഉള്ളൂ, കുറയാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഫ്രൈഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതിന് പകരം സ്റ്റീംഡ് ആയിട്ടുള്ളതും ഫ്രൂട്ട്സും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്രൈഡ് അല്ലാത്ത സ്നാക്സ് ഐറ്റംസ് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. തേർഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഷുഗറി ഡ്രിങ്ക്സ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഒന്നും കഴിക്കുന്നില്ല. അപ്പോഴേക്കും നമുക്ക് ഷുഗറിനോടുള്ള ഒരു ക്രേവിങ്സ് ഒക്കെ നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. എങ്ങനെയെങ്കിലും വെള്ളം കിട്ടിയാൽ മതി എന്നായിരിക്കും. അത് നമ്മുടെ ഒരു മനുഷ്യ സഹജമാണ്, അങ്ങനെ അത് ഉണ്ടാവും. പക്ഷെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാം. എസ്പെഷ്യലി വെയിറ്റ് ലോസ് ചെയ്യുന്നവരൊന്ന് കൺട്രോൾ ചെയ്യാം. ഈ ഒരു സമയത്ത് ഷാർജ, ഹെവി ആയിട്ടുള്ള ഷുഗർ അടങ്ങിയിട്ടുള്ള സർബത്ത്, പിന്നെ അതേപോലെ തന്നെ ഷെയ്ക്ക്, ഇതൊന്നും കഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ ചിയാ സീഡ് വാട്ടറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ കഴിക്കുക. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ഓഫ് മാത്രം ഷുഗർ ഇടാൻ വേണ്ടി നോക്കുക. ഓക്കെ, മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ആൻഡ് ഫോർത്ത് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ പ്രോട്ടീൻസ് കഴിക്കാതിരിക്കുക. എല്ലാ ദിവസവും നമ്മൾ ആഹാരം അല്ലെങ്കിൽ പത്തിരി, പൊറോട്ട, ചോറ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈവനിങ് ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സ്റ്റാർവിങ് വരും. ഈ സ്റ്റാർവിങ് കൊണ്ടാണ് നമുക്ക് ഓവർ ഈറ്റിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഓവർ ഈറ്റിംഗ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. ഈ ഓവർ ഈറ്റിംഗ് നമ്മൾ ഒന്നും കൂടെ ഓയിൽ ഐറ്റംസ് ആണ് കഴിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനേ സഹായിക്കത്തുള്ളൂ, അല്ലാതെ വെയിറ്റ് ലോസിന് സഹായിക്കത്തില്ല. ആൻഡ് ദ ഫൈനൽ ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, മൂവ്മെൻറ്റ് ഇല്ലായ്കയാണ്. റമദാൻ്റെ സമയത്ത് നമുക്ക് എനർജി ഉണ്ടാവത്തില്ല. എനർജി ഇല്ലാത്തപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി തോന്നത്തില്ല. അത് ഡെഫിനറ്റ്ലി സത്യമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സമയത്ത് നമ്മൾ ഇഫ്താർ എല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ 25 to 30 മിനിറ്റ്സ് ഡെഫിനറ്റ്ലി ഒന്ന് വാക്കിംഗ്, ബോഡി മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒന്ന് പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ വഴി നമുക്ക് എന്ത് പറ്റും? വെയിറ്റ് ലോസ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു റമദാനിന് വെയിറ്റ് ലോസ് ആക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി നമുക്ക് ഡയറ്റ് പ്ലാനും എങ്ങനെയാണ് നമ്മൾ യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഡിഷസ്, ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.